മോഷണം വ്യാപകമാവുകയാണ്. കാസർഗോഡ് ബദിയടുക്കയിൽ വീട് കുത്തി തുറന്ന് മോഷണം. സാലത്തടുക്കിയിലെ യശോദയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 7 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, തുടർച്ചയായി കാസർഗോഡ് ജില്ലയിലും സംസ്ഥാനത്താകെ മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്നലെയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ്. ഇന്ന് വീണ്ടും വീട് കുത്തി തുറന്നൊരു മോഷണം. എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തെങ്കിലും സൂചന മോഷ്ടാക്കളെ കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ? സുഹേലെ, മോഷ്ടാക്കളെ കുറിച്ച് ഇപ്പോൾ നിലവിൽ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ സമാന രീതിയിലുള്ള മോഷണങ്ങളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കുമ്പള, ഉപ്പള, ബദിയടുക്ക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ മോഷണങ്ങൾ നടക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ബദിയടുക്കയിൽ വീട് കുത്തി തുറന്ന് 7 പവൻ സ്വർണവും 6500 രൂപയും മോഷ്ടാക്കൾ കവർന്നത്. സാലത്തടുക്കയിലെ യശോദയുടെ വീട്ടിലാണ് ഈ മോഷണം നടന്നത്. ഇന്നലെ രാത്രി ഈ കുടുംബാംഗങ്ങൾ വൈകിട്ട് തെയ്യം കെട്ടലുമായി ബന്ധപ്പെട്ട സമീപത്തെ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് മോഷ്ടാക്കൾ വീട്ടിൽ കയറി മോഷണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസും വിരലടയാള വിദഗ്ധരുമൊക്കെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഈ മോഷണങ്ങളൊക്കെ തന്നെ സമാന രീതിയിലാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകുമെന്ന ഒരു വിശ്വാസമാണ് പോലീസിനുള്ളത്. സുഹൈൽ. ശരി, അരുൺ പാറയ്ക്കലാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്. കാസർഗോഡ് ബദിയടുക്കിലാണ് വീട് കുത്തി തുറന്ന മോഷണം ഉണ്ടായിരിക്കുന്നത്. 7 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. പോലീസ് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.